എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രി. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? ഇത് ത്രികോണവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ത്രികോണങ്ങളുടെ സൈഡുകളും അതുപോലെ തന്നെ അതിന്റെ ആംഗിളുകളും അതായത് കോണുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾസിന്റെ അതായത് മട്ടത്രികോണങ്ങളുടെ വശങ്ങളും അവയുടെ കോണുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പോൾ തുടക്കം മുതൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നാൽ വളരെ ഈസി ആയ ഒരു ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് +1 മാത്സ് എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ നല്ലവണ്ണം പഠിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് നല്ലൊരു ഭാഗം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനൊരു മട്ടത്രികോണം ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഒരു ആംഗിൾ 45 ഡിഗ്രി ആണ്, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ഇപ്പോൾ 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മറ്റു കോണുകളും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു വശങ്ങളും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൊത്തം കോണുകൾ അളവ് 180 ഡിഗ്രി ആണ്. അതിൽ ഇത് 90 ഡിഗ്രി കഴിഞ്ഞു. ബാക്കി എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 45 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടി 45 ഡിഗ്രി. അപ്പൊ 3 ആംഗിളും നമുക്ക് കിട്ടി അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ വശങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഈ 2 ആംഗിളുകളും 45 ആണ് അല്ലെ? ഒരേ കോണുകൾക്ക് ഒരേ അളവാണെങ്കിൽ അവയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശങ്ങൾക്കും ഒരേ അളവ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റുള്ള ഈ വശം 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റുള്ള ഈ വശം എത്ര തന്നെ ആയിരിക്കും? 1 സെന്റിമീറ്റർ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ വശം കിട്ടി 1 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏതാണ് കിട്ടേണ്ടത്? ഇത് കിട്ടണം അല്ലെ? ഈ വശം കിട്ടണം. ഇവിടെ നോക്കിയേ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ വശമാണിത്. ഇതിനെന്ത് പറയും? കർണം അല്ലെ? അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസ് എന്ന് പറയും. അപ്പൊ നമുക്കറിയാം ഹൈപ്പോട്ടിനസിന്റെ നീളം എങ്ങനെ നമുക്ക് കിട്ടാം? ഇതിന്റെ നീളം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം പൈത്തഗോറസ് തിയറം അല്ലെ? അതായത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ? അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? അതായത് ഹൈപ്പോട്ടിനസ് കർണം. അപ്പൊ കർണത്തിന്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ? അപ്പൊ നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1ന്റെ സ്ക്വയർ 1 തന്നെ പ്ലസ് 1ന്റെ സ്ക്വയർ 1. അപ്പൊ h സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ നമുക്ക് 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ h എത്ര വരും? h ഈസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് കണ്ടാൽ മതി അല്ലെ? അപ്പൊ റൂട്ട് 2. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടിനസ് അതായത് കർണം നമുക്ക് റൂട്ട് 2 കിട്ടി അല്ലെ? അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വശവും 1 സെന്റിമീറ്റർ, കർണം എത്രയായിരിക്കും? റൂട്ട് 2 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എഴുതാൻ നോക്കിയേ, ഈ 45ന് ഓപ്പോസിറ്റ് ഉള്ള വശം 1 സെന്റിമീറ്റർ ആണെങ്കിൽ 1 ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും അല്ലെ? ഒരു മാറ്റമില്ല, 1 തന്നെ. 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? റൂട്ട് 2. നമുക്ക് 1ന് പകരം 3 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഈ 45ന് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? അതും 3 തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ 3. ഇനി ഇത് എത്ര ആയിരിക്കും? നമുക്കിവിടെ കണ്ട പോലെ തന്നെ കണ്ടുപിടിക്കാം അല്ലെ? അതായത് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലെ? അപ്പൊ നമുക്ക് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ എന്ത് വരും? 3ന്റെ സ്ക്വയർ 9 പ്ലസ് 3ന്റെ സ്ക്വയർ 9. അപ്പൊ 18 എന്ന് കിട്ടി അല്ലെ? അപ്പൊ h എത്ര വരും? h സ്ക്വയർ ആണ് 18. അങ്ങനെയാണെങ്കിൽ h റൂട്ട് 18 അല്ലെ? നമുക്കറിയാം റൂട്ട് 18 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 9 × 2 എന്ന് എഴുതാം. 9 × 2 എന്ന് എഴുതുമ്പോൾ എന്താണ്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചെഴുതി റൂട്ട് 9 × 2. റൂട്ട് 9 × 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 18 അല്ലെ? ഒരു വ്യത്യാസവും ഇല്ല. സീക്വൽ എന്ത് വരും? റൂട്ട് 9 നമുക്കറിയാം എത്രയാണ്? 3 അല്ലെ? റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3. പിന്നെ എന്താണ്? ഈ 2 ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതേപോലെ എഴുതാം റൂട്ട് 2. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 3 റൂട്ട് 2 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് h കിട്ടി 3 റൂട്ട് 2 എന്ന് കിട്ടി. ബേസ് 3 സെന്റിമീറ്റർ ആക്കിയപ്പോൾ നമുക്ക് 3 വശങ്ങളുടെ നീളം കിട്ടി. എത്ര കിട്ടി? ഇവിടെ 3 ആണെങ്കിൽ ഇതും 3 ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് രണ്ടും 3 ആണെങ്കിൽ ഇവിടെ എത്ര വരുന്നു? 3 റൂട്ട് 2 വരുന്നു അല്ലെ? അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. 45ന് നമ്മൾ 3 കൊടുത്തപ്പോൾ 45ന് ഓപ്പോസിറ്റുള്ള വശം 3 കൊടുത്തപ്പോൾ ഇവിടെയും 3 കിട്ടി, ഇവിടെ 3 റൂട്ട് 2 എന്ന് കിട്ടി. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം.
5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെയും 5 സെന്റിമീറ്റർ വരും അല്ലെ? 5 സെന്റിമീറ്റർ വരും. ഇവിടെയോ? ഇവിടെ എത്ര വരും? നമുക്കൊന്ന് നോക്കാം. h സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25 പ്ലസ് 5ന്റെ സ്ക്വയർ 25 അല്ലെ? അപ്പൊ 25 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 50. അപ്പൊ h സ്ക്വയർ ആണ് 50. അങ്ങനെയാണെങ്കിൽ h എന്ത് വരും? റൂട്ട് 50 അല്ലെ? അപ്പൊ റൂട്ട് 50 ഇതും ഒരു പൂർണ്ണവർഗമല്ല അല്ലെ? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് മാറ്റി എഴുതാം. ഇവിടെ എഴുതിയ പോലെ തന്നെ. അപ്പൊ നമുക്ക് 25 ഇൻറ്റു 2 അല്ലെ? 25 ഇൻറ്റു 2 ആണ് 50 ശരിയല്ലേ? അപ്പൊ റൂട്ട് 25 നമുക്ക് വാല്യൂ അറിയാലോ, 5 പിന്നെന്താണ് 2 അല്ലെ? അപ്പൊ റൂട്ട് 2 അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 5 റൂട്ട് 2 എന്ന് കിട്ടി. അതായത് ഇവിടെ നമ്മൾ 5 കൊടുത്തപ്പോൾ ഇവിടെ എത്ര കിട്ടി നമുക്ക്? 5 റൂട്ട് 2 അല്ലെ? അതായത് നമ്മൾ 45ന് ഓപ്പോസിറ്റ് 5 കൊടുത്തപ്പോൾ ഇവിടെയും 5 കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5 റൂട്ട് 2. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയേ, നമ്മുടെ കോണുകളും ഈ വശങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയേ. നാം ഇവിടെ 45ന് ഓപ്പോസിറ്റ് 1 കൊടുത്തപ്പോൾ ഇവിടെയും 1 അല്ലെ? 1 കൊടുത്താൽ 1 തന്നെ വന്നു. ഇവിടെ നമുക്ക് എത്ര കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടി. 3 കൊടുത്തപ്പോഴോ 3 3 3 റൂട്ട് 2 കണ്ടില്ലേ? 3 റൂട്ട് 2. 5 കൊടുത്തപ്പോൾ 5 5 5 റൂട്ട് 2 അല്ലെ? അതായത് ഇവിടെ ഏതാണ് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ വരെ അല്ലെ? ഇവിടെ രണ്ടും സെയിം ആയിരിക്കും അല്ലെ? ഓപ്പോസിറ്റ് സെയിം ആംഗിൾ ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ കർണം കിട്ടുന്നു നോക്കിയാൽ ഹൈപ്പോട്ടിനസ് എന്താ വരുന്നത്? 1നെ റൂട്ട് 2 കൊണ്ട് ഗുണിച്ചല്ലേ? അതായത് റൂട്ട് 2 തന്നെ. ഇനി 3 വന്നപ്പോഴോ 3 റൂട്ട് 2 3നെ റൂട്ട് 2 കൊണ്ട് ഗുണിക്കുന്നു. 5 വന്നപ്പോഴോ 5നെ നമ്മൾ റൂട്ട് 2 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 10 ആണെങ്കിൽ എത്ര വരും? ഇവിടെയും 10 തന്നെ വരും അല്ലെ? 45ന്റെ ഓപ്പോസിറ്റ് 10 തന്നെ വരും. ഇവിടെ എത്ര വരും? 10 റൂട്ട് 2. അപ്പൊ അതായത് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതായത് 45 45 90 അല്ലെ? 45 45 90 ആ അളവിലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മറ്റേ വശത്തിന്റെ അളവ് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ ഇത് നമുക്ക് 5 കിട്ടുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 5 റൂട്ട് 2 അല്ലെ? 10 ആണെങ്കിൽ 10 10 10 റൂട്ട് 2. 20 ആണെങ്കിൽ 20 20 20 റൂട്ട് 2. മനസ്സിലായില്ലേ? അപ്പൊ അതിന് നമുക്ക് ഏത് വശത്തിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മറ്റു 2 വശങ്ങളുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഒരു വശം തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? റൂട്ട് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ വശത്തിന്റെ നീളം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, 20 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം 20 സെന്റിമീറ്റർ ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റു വശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം മറ്റു വശം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ഇവിടെ നാം എന്ത് ചെയ്യണം? 20നെ ശ്രദ്ധിക്കുക, 20നെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? അപ്പൊ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശത്തിന് നീളം എത്രയായിരിക്കും? 20 ബൈ റൂട്ട് 2. ഇവിടെയും 20 ബൈ റൂട്ട് 2. മനസ്സിലായില്ലേ? അപ്പൊ ഈ നീളം കിട്ടിക്കഴിഞ്ഞാൽ നാം റൂട്ട് 2 ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നാം ആ റൂട്ട് 2നെ ഒഴിവാക്കി കളയാ, മാറ്റിക്കളയാ. അതല്ല റൂട്ട് 2 ഇല്ലെങ്കിൽ എന്ത് വേണം? റൂട്ട് 2 കൊണ്ട് നാം ഹരിക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നാം സാധാരണയായി റൂട്ട് 2 റൂട്ട് 3 ഒന്നും എന്ത് ചെയ്യില്ല, ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് അല്ലെ, അച്ഛേദമായിട്ട് എഴുതാറില്ല. അപ്പൊ നമുക്ക് ഈ അടിയിൽ നിന്ന് റൂട്ട് 2 കളയണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമുക്ക് റൂട്ട് 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക അല്ലെ? അതായത് ഒരേ സംഖ്യ കൊണ്ട് 2നെയും ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷന് വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലെ? എന്ത് കിട്ടി നമുക്ക്? 20 ഇൻറ്റു റൂട്ട് 2 20 റൂട്ട് 2 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്രയാണ്? 2 അല്ലെ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 20 റൂട്ട് 2 ബൈ 2 എന്ന് കിട്ടി. ഇപ്പൊ നോക്കിയേ, 20 അല്ലെ? 20 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? 10 റൂട്ട് 2 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 20 ബൈ റൂട്ട് 2 എന്ന് എഴുതാം, അതല്ലെങ്കിൽ 10 റൂട്ട് 2 എന്നും എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ 10 റൂട്ട് 2 അല്ലെങ്കിൽ 20 ബൈ റൂട്ട് 2 എന്നും എഴുതാം. അപ്പൊ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10 റൂട്ട് 2 എന്ന് കിട്ടും. അതായത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 90ക്ക് ഓപ്പോസിറ്റിൽ റൂട്ട് 2 അല്ലാത്ത ഒരു സംഖ്യ ആണെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി? അതിന്റെ ഹാഫ് എടുക്കുക, പകുതി 10, അതിന്റെ കൂടെ റൂട്ട് 2 ഗുണിക്കുക അല്ലെ? 10 റൂട്ട് 2 അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി ഇത് 30 ആണെന്ന് വിചാരിക്കുക. 30 സെന്റിമീറ്റർ ആണ് 90ക്ക് ഓപ്പോസിറ്റ് വശം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് എത്രയായിരിക്കും? എളുപ്പം എന്താണ്? ഇതിന്റെ പകുതി എടുക്കുക, ഹാഫ് എടുക്കുക. 30ന്റെ പകുതി എത്രയാണ്? 15 അല്ലെ? 15 പിന്നെ റൂട്ട് 2 എഴുതുക. 15 റൂട്ട് 2 ഇവിടെയും 15 റൂട്ട് 2. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ എന്ത് എഴുതാൻ മതി? 30 ബൈ റൂട്ട് 2.
30/√2 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 15√2 എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ 45, 45, 90 എന്ന അളവിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ ഏതളവിലായിരിക്കും? അവയുടെ റേഷ്യോ എന്തായിരിക്കും? 1, 1, √2 അല്ലെ. ഇത് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കും, ഇത് √2 ആയിരിക്കും. ഇത് 2 ആണെങ്കിലോ 2, 2, 2 √2. 3 ആണെങ്കിൽ 3, 3, 3 √2. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എപ്പോഴും മനസ്സിൽ വേണം, എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതായത് 1:1:√2. ഇത് മറക്കാൻ പാടില്ല, എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നത് 45, 45, 90 ആണെങ്കിൽ 1:1:√2. അതാണ് അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം. ഇനി ഇവിടെ നോക്കിയാൽ ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ, ഒരു മട്ടത്രികോണമാണ്. ഇതിന്റെ നീളം 1 സെന്റിമീറ്റർ ആണ്, ബേസിന്റെ നീളം 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു 2 വശങ്ങളും കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇത് 90 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണം. ഇത് 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 30 ഡിഗ്രി. അപ്പൊ അത് നമുക്ക് കിട്ടി അല്ലെ. ഇനി ഇത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. നാം മുമ്പ് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? അത് നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ ആയി അല്ലെ, സമപാർശ്വ ത്രികോണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് 2 കോണുകളും ഈക്വൽ ആയതുകൊണ്ട് 2 വശങ്ങളും ഈക്വൽ ആണ് അല്ലെ. അങ്ങനെ നമുക്ക് മറ്റു വശത്തിന് നീളം നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടാൻ ഒരു മാർഗവും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലത്തെ ഒരു ത്രികോണം നമുക്ക് ഇവിടെ ചേർത്ത് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതേ രൂപത്തിലുള്ള ഇതേ അളവിലുള്ള ഒരു ത്രികോണം ഞാൻ ഇങ്ങോട്ട് ചേർത്ത് വെച്ചു. അങ്ങനെയാണ് നമുക്കറിയാം ഇത് 60 ആണെങ്കിൽ എത്ര ആയിരിക്കും? ഇവിടെ 60 ആയിരിക്കും അല്ലെ. ഒരേ അളവിലുള്ള ത്രികോണങ്ങളാണ്. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് 30 ആയിരിക്കും അല്ലെ. ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും നീളം? ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ മൊത്തം നീളം എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ അല്ലെ. ഇതിന്റെ ഇരട്ടിയായിരിക്കും, ഇവിടെയും 1 ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 1 ഉം 1 ഉം 2. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം 2 സെന്റിമീറ്റർ നീളം കിട്ടി. ഓക്കെ. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത നോക്കിയേ. ഈ ത്രികോണത്തിന്റെ ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 30, 30, 60 അല്ലെ. അതായത് 3ഉം 60 ഡിഗ്രി വെച്ച് അല്ലെ. 3ഉം എന്താണ്? അളവുകൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നാം ഇതിനെന്ത് പറയും? ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയും അല്ലെ. അതായത് സമഭുജ ത്രികോണം എന്ന് പറയും. നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. 3 ആംഗിളുകൾ തുല്യമായി കഴിഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വശത്തിലുണ്ടായിരിക്കും 2 സെന്റിമീറ്റർ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. ഈ വശത്തിലുണ്ടായിരിക്കും ഇതും 2 സെന്റിമീറ്റർ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് എന്താണ് വേണ്ടത്? ഈ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിളിന്റെ 3 വശങ്ങളുടെ നീളം കിട്ടണം അല്ലെ. അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവിടെ എത്ര വരുന്നുണ്ട്? 2 സെന്റിമീറ്റർ വന്നു അല്ലെ. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെ, ഇതിന്റെ ലംബം എത്രയാണെന്ന് കിട്ടണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാലോ. ഇതിന്റെ 2 സൈഡുകൾ അല്ലെ, ബേസിന്റെ നീളം നമുക്കറിയാം, കർണത്തിന്റെ ഹൈപ്പോട്ടിനസിന്റെ നീളം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാലോ. ഇതിന്റെ നീളം അതായത് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. അതായത് ആൾട്ടിറ്റ്യൂഡ് ലംബം അല്ലെ, ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മള് ഇതിന്റെ സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയറിൽ നിന്ന് ഏത് കുറയ്ക്കണം? ഇത് ബേസിന്റെ സ്ക്വയർ 1 സ്ക്വയർ കുറയ്ക്കണം അല്ലെ. അതായത് 2ന്റെ സ്ക്വയർ 4 മൈനസ് 1ന്റെ സ്ക്വയർ 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ത് വരും? ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √3 അല്ലെ. 3ന്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഈ അളവ് എത്ര കിട്ടി? √3. അപ്പൊ നമുക്ക് 3 സൈഡുകളും കിട്ടിയല്ലോ, കിട്ടി അല്ലെ. അതായത് ഈ മട്ടത്രികോണത്തിന്റെ കോണുകൾ നോക്കിയ 30, 60, 90 അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവയ്ക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങൾ എത്ര കിട്ടി? ഇവിടെ 1, ഇവിടെ √3, ഇവിടെ 2 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 30, 60, 90. 30, 60, 90 എന്ന് വന്നപ്പോൾ 30ന് ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ 60ന് ഓപ്പോസിറ്റ് എന്താണ്? √3. 90ക്ക് ഓപ്പോസിറ്റോ 2 സെന്റിമീറ്റർ. 2. ഇനി 30ന് ഓപ്പോസിറ്റ് നമ്മൾ 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ 1ന് മാറ്റി നമ്മൾ 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? മൊത്തം വശത്തിന്റെ നീളം ഇത് 2 ആണെങ്കിൽ മൊത്തം വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇവിടെ എത്രയായി? 4 സെന്റിമീറ്റർ ആയി. അപ്പൊ എല്ലാ വശങ്ങളും എത്ര വന്നു? 4 സെന്റിമീറ്റർ അല്ലെ. സമഭുജ ത്രികോണമാണ്, എല്ലാ വശങ്ങളും നമുക്ക് 4 സെന്റിമീറ്റർ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ മട്ടത്രികോണത്തിന്റെ ഇത് എത്രയായിരിക്കും? ഈ ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കാം. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലെ. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണത്തിന്റെ സ്ക്വയർ 4 സ്ക്വയറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി?
ബേസിന്റെ സ്ക്വയർ കുറയ്ക്കണം, 2 സ്ക്വയർ കുറയ്ക്കണം. അതായത് 4ന്റെ സ്ക്വയർ 16 മൈനസ് 2ന്റെ സ്ക്വയർ 4 സീക്വൽ ടു 16, 4 കുറച്ചാൽ 12. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് 12. അങ്ങനെയാണെങ്കിൽ ലംബം ആൾട്ടിറ്റ്യൂഡ് എന്ത് വരും? √12 അല്ലെ. √12 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 12 ആണ് അല്ലെ. അപ്പൊ √4 × 3. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? 3. അപ്പൊ √3. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 2√3 കിട്ടി അല്ലെ. അപ്പൊ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 വന്നപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2√3, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര കിട്ടി? 4 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് അത് ഇവിടെ എഴുതാം. 2 കൊടുത്തപ്പോൾ ഇവിടെ എത്ര കിട്ടി? 2√3 കിട്ടി. ഇവിടെയാണെങ്കിലോ 4 കിട്ടി. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവ തമ്മിലുള്ള ബന്ധം നോക്കിയേ. 30 ഓപ്പോസിറ്റ് 1 കൊടുത്തപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 2 അല്ലെ. ഇതിന്റെ ഇരട്ടിയായി. ഇനി 30 2 കൊടുത്തപ്പോൾ 30 ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇതിന്റെ ഇരട്ടി 4 അല്ലെ. ഇനി നോക്കി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റോ 1നെ √3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1√3. 2 വന്നപ്പോൾ 2നെ √3 കൊണ്ട് ഗുണിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ 3 ആണെന്ന് വിചാരിക്കാം. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? ഇതിന്റെ ഇരട്ടി വരും അല്ലെ. അതായത് 6. കണ്ടില്ലേ. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 3നെ √3 കൊണ്ട് ഗുണിക്കുക അല്ലെ. 3√3. അങ്ങനെയാണെങ്കിൽ 4 സെന്റിമീറ്റർ ആണെങ്കിലോ 4നെ √3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിട്ടും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിട്ടാൻ എന്ത് വേണം? 4ന്റെ ഇരട്ടി 8. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വശത്തിന്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് 2 വശങ്ങളുടെയും അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ തന്നാൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള അളവ് തന്നു കഴിഞ്ഞാൽ അതിനെ √3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള അളവ് കിട്ടും. ഇതിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള അളവ് കിട്ടും അല്ലെ. ഇപ്പൊ നോക്കിയാൽ നമുക്ക് ഇത് മാത്രമേ തന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഇങ്ങനെ തന്നു 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4√3 ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? നാം ഇവിടെ √3 കളയാ അല്ലെ. അതായത് √3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4√3നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 അല്ലെ. അതായത് √3നെ ഒഴിവാക്കാം. ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഇരട്ടി എടുക്കുക 8. മനസ്സിലായില്ലേ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാം ബേസ് കിട്ടാന് √3നെ ഒഴിവാക്കാം. പിന്നെ ഇതിന്റെ ഇരട്ടി എടുത്താൽ ഇത് കിട്ടും. ഇനി നമുക്ക് നോക്കിയാൽ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഒരു 10 സെന്റിമീറ്റർ ആണ് തന്നു. അങ്ങനെ ഇത് രണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 90ക്ക് ഓപ്പോസിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഇതിന്റെ ഹാഫ് എടുക്കുക. 10ന്റെ പകുതി എത്രയാണ്? 5. കണ്ട 5. ഉടനടി ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിട്ടും. ഇനി ഇത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിട്ടാനോ 5ന്റെ കൂടെ 5നെ √3 കൊണ്ട് ഗുണിക്കല്ലേ. 5√3. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 20/√3. ഇങ്ങനെയാണ് അതിന്റെ അളവ് നമുക്ക് തന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം 90 കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യുക? ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലെ. ഇതിന്റെ പകുതി എത്ര വരും? 20/√3നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 10/√3 അല്ലെ. അപ്പൊ നമുക്ക് ഇത് 10/√3 എന്ന് കിട്ടി. ഓക്കെ. ഇനി ഇത് കിട്ടാൻ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം ഇതിനെ √3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അളവ് 60 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റുള്ള അളവ് കിട്ടും അല്ലെ. ഈ അളവിനെ √3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ നാം എന്ത് ചെയ്യണം? ഇതിനെ √3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അതായത് 10/√3നെ √3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് വരും? രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. ബാക്കി എത്ര വരും? 10. കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിൽ ഏത് അളവ് തന്നു കഴിഞ്ഞാലും ബാക്കി 2 അളവുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കോണുകൾ 30, 60, 90 30, 60, 90 എന്ന അളവിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവയ്ക്കെതിരെയുള്ള വശങ്ങൾ ഏത് അംശബന്ധത്തിലായിരിക്കും? 1:√2:2. അപ്പൊ അതും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. 1:√3:2. അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള അളവ് എത്രയാണോ അതിനെ √3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60ന് ഓപ്പോസിറ്റുള്ള വശം കിട്ടും. പിന്നെയോ ഇതിനെന്ത് ചെയ്താൽ മതി? അതിന്റെ ഇരട്ടി ഡബിൾ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 90ക്ക് ഓപ്പോസിറ്റുള്ള വശത്തിന്റെ നീളവും കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ മെയിൻ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. അതായത് 45, 45, 90 എന്ന അളവിലാണെങ്കിൽ 1:1:√2. കണ്ടില്ലേ. 30, 60, 90 ആണെങ്കിലോ 1:√3:2. ഇത് നല്ല വണ്ണം പഠിച്ചു വെക്കണം. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇനി നമുക്ക് 1-2 ചെറിയ ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിയേ. ഇവിടെ നമുക്ക് ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള, അതായത് ഒരു ചതുരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മരപ്പലക അല്ലെ. ഇതിനെ നമുക്ക് ഇങ്ങനെ മൂലോട് മൂലം മുറിച്ചുകൊണ്ട്
കണ്ട ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ത്രികോണം കിട്ടും അല്ലെ. അപ്പൊ ഇതെന്താണ്? ഒരു സമഭുജ ത്രികോണമായിരിക്കണം, അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കണം. അതിന്റെ വശങ്ങൾ എത്ര വെച്ച് വേണം? 50 സെന്റിമീറ്റർ വെച്ച് വേണം. അങ്ങനെയാണെങ്കിൽ ഈ പലകയുടെ നീളവും വീതിയും എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത്? ഇവിടെ നോക്കിയാൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ കോണുകൾ എത്രയായിരിക്കും? നമുക്കറിയാം 60 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ. അപ്പൊ ഇത് 60, ഇത് 60, ഇതും 60. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു പീസ് അല്ലെ, നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന ഈ ഒരു പീസാണ് ഇതെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് 60 ആണെങ്കിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി അല്ലെ. ഈ പീസാണ് ഈ പീസ്. അപ്പൊ 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലെ. ഇത് 60 ആണെങ്കിൽ ഇതിന്റെ പകുതി എത്രയായിരിക്കും? 30 ഡിഗ്രി അല്ലെ. അതായത് ഇവിടം വരെയും ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. ഇത് മൊത്തം 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പീസ് 30 ഡിഗ്രി അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും? ഈ പലകയുടെ നീളവും വീതിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ നീളം കിട്ടണം, നമുക്ക് വീതി കിട്ടണം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് മൊത്തം എത്രയാണ്? 50 സെന്റിമീറ്റർ അല്ലെ. അല്ലെ, അതായത് ഈ ഒരു പീസാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം 50 ആണെങ്കിൽ ഈ ഒരു പീസ് എത്ര വരും? ഇതിന്റെ പകുതി അല്ലെ. അപ്പൊ ഇത് 25 സെന്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് ഈ നീളം കിട്ടി 25. ആംഗിളുകൾ നമുക്ക് കിട്ടിയാലോ? 30, 60, 90 അല്ലെ. അപ്പൊ ആംഗിളുകള് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലെ. അതില് 30-ന് ഓപ്പോസിറ്റുള്ള വശത്തിന് നീളം നമുക്ക് കിട്ടി 25. അപ്പൊ ഇത് 25 സെന്റിമീറ്റർ നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് 30, 60, 90 എഴുതി കഴിഞ്ഞാൽ ഉടനടി ഓർമ്മ വേണം 30, 60, 90 എന്താണ്? 1:√3:2 അല്ലെ. അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3 വരും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? 2 വരും. ഇത് എപ്പോഴും ഓർമ്മ വേണം. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 25 അല്ലെ. 25 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? ഇതിനെ √3 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. അപ്പൊ 25-ന് നാം എന്ത് ചെയ്യണം? √3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 25 √3. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടി അല്ലെ. അപ്പൊ ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? ഇതിന്റെ ഇരട്ടി 50. അപ്പോൾ ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 25 ആയപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരാം? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 25 √3. കണ്ടില്ലേ? 60-ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 25 √3. അപ്പൊ ഈ പലകയുടെ നീളം എത്രയായിരിക്കണം? 25 √3 ആയിരിക്കണം. വീതി എത്ര ആയിരിക്കണം? 25 സെന്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനി ഈ ചോദ്യം നോക്കിയേ, ഇവിടെ നമുക്ക് 3 ചതുരങ്ങൾ, ഈ ചതുരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാം ഇവിടെ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു റെഗുലർ ഹെക്സഗൺ, അതായത് ഒരു സമഷഡ്ഭുജം ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ വലിയ ചതുരം അല്ലെ, വലിയ റെക്ടാങ്കിൾ അതേപോലെ തന്നെ ഇവിടെ വെച്ചു. അതിന്റെ സൈഡിൽ നോക്കിയേ, ഇതിനെ നമ്മൾ മൂലോട് മൂല കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഇവിടെ വെച്ചു, ഒരു പീസ് ഇവിടെ വെച്ചു അല്ലെ. അപ്പൊ ഇതിനെ അതുപോലെ തന്നെ ഒരു പീസ് ഇവിടെ വെച്ചു, ഒരു പീസ് ഇവിടെ വെച്ചു. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കണം. അതിന്റെ വശങ്ങൾക്ക് എത്ര നീളം വേണം? 30 സെന്റിമീറ്റർ വെച്ച് നീളം വേണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്മുടെ ഈ ചതുരങ്ങളുടെ നീളവും വീതിയും എത്ര വേണം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ കോണുകളുടെ അളവ് 45, 45, 90 അല്ലെങ്കിൽ 30, 60, 90 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവയുടെ വശങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. അപ്പൊ നാം ആ അളവുകളാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം എന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ആണ് അല്ലെ. റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി അല്ലെ. 120 ഡിഗ്രി ഓർമ്മയില്ല എല്ലാവർക്കും? ഇതൊക്കെ ഓരോ ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്കറിയാം 6 വശങ്ങളുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൊത്തം കോണുകളുടെ അളവ് എത്രയായിരിക്കും? നാം ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, n-2 × 180 അല്ലേ. 180 ഓർമ്മയില്ലാത്തവര് n-2 × 180. n എത്ര ഇവിടെ? 6 സൈഡുകൾ അല്ലേ. അപ്പൊ 6 - 2 × 180 അല്ലെ. 6 - 2 എന്ന് പറഞ്ഞാൽ 4 × 180. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 720. അതായത് മൊത്തം കോണുകളുടെ അളവ്, അതായത് ഒരു റെഗുലർ ഹെക്സഗണിന്റെ മൊത്തം കോണുകളുടെ അളവ് 720. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 720 ബൈ എത്ര ആംഗിൾ ഉണ്ട്? 6 ആംഗിൾ അല്ലെ. 6 = 120 ഡിഗ്രി. അപ്പൊ ഇനി ഇവിടേക്ക് നോക്കിയേ, ഇത് മൊത്തം 120 അല്ലേ. നമുക്കറിയാം ഇത് റൈറ്റ്, ഇവിടെ എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലെ. ഇത് 90 ഡിഗ്രി ആണ്. ഇത് മൊത്തം 120. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ മാത്രം എത്ര വരും? 120-ൽ നിന്ന് 90 കുറച്ചാൽ മതി അല്ലെ. 90 കുറച്ച ബാക്കി എത്ര കിട്ടും? 30 ഡിഗ്രി. മനസ്സിലായില്ലേ? അതായത് ഈ ചെറിയ ട്രയാങ്കിളിന്റെ
ഈ ആംഗിൾ 30 ഡിഗ്രി കിട്ടി അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ റൈറ്റ് ട്രയാംഗിൾ അല്ലേ, ഇവിടെ 90 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? നമുക്കറിയാം ഇത് മൊത്തം 120 അല്ലേ, ഇത് മൊത്തം 120 ആണ്. അങ്ങനെയാണെങ്കിൽ 120ന്റെ പകുതി 60 ഡിഗ്രി അല്ലേ. അതല്ലെങ്കിൽ നമുക്കറിയാം ഇത് 90 കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 വരണം. അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ ചെറിയ ട്രയാംഗിളിന്റെ ആംഗിളുകൾ നമുക്ക് കിട്ടിയാലോ, ഇത് 90, ഇത് 60, ഇത് 30 അല്ലേ. അതായത് 30, 60, 90. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ അറിയാലോ, എന്താണ് 30, 60, 90 വന്നു കഴിഞ്ഞാൽ 1:√3:2. ഇതാണ് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം അല്ലേ. അപ്പൊ നമുക്കറിയാം ഇത് 30 സെന്റിമീറ്റർ വേണമെന്ന് ചോദ്യത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന്റെ നീളം എത്രയായിരിക്കും? അത് 30 തന്നെ ആയിരിക്കും അല്ലെ. എല്ലാ വശങ്ങൾക്കും 30 തന്നെ വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന്റെ നീളം നമുക്ക് കിട്ടി എത്രയാണ്? 30 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 90ന് ഓപ്പോസിറ്റ് നമുക്ക് 30 സെന്റിമീറ്ററിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? ഇതിന്റെ പകുതി അല്ലെ. ഇവിടെ 2 ആണെങ്കിൽ 1, അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ അതിന്റെ പകുതി എത്ര വരും? 15. അപ്പൊ 15 സെന്റിമീറ്റർ. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? ഇതിനെ √3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 15ന്റെ √3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 15√3. നമുക്ക് ഇവിടെ നോക്കിയ ഏത് അളവുകളൊക്കെ കിട്ടിയെന്ന് നോക്കിയേ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 15 സെന്റിമീറ്റർ അല്ലെ. ഇതാണ് 30, 30ന് ഓപ്പോസിറ്റ് ഇതാണ് 15 സെന്റിമീറ്റർ. ഓക്കെ, അത് കിട്ടി. പിന്നെയോ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 15√3 അല്ലെ. ഇതാണ് 60, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഈ ഇത്രയും നീളം നമുക്ക് കിട്ടി എത്രയാണ്? 15√3. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, ഈ വലിയ ചതുരത്തിന്റെ പീസ് അല്ലെ, വലിയ ചതുരത്തിന്റെ പീസിന്റെ ഈ വീതി അല്ലെ, ഇത് തന്നെയാണ് ഇവിടെ വേണ്ടത് അല്ലെ. അതായത് ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്ര വേണം? 30 അല്ലെ, സെയിം. അപ്പൊ ഇതിന്റെ വീതി നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ നീളം കിട്ടണമല്ലോ. നീളം നോക്കിയാൽ ഇതാണ് നീളം അല്ലെ. ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 15√3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ എത്ര ഉണ്ടായിരിക്കും? അതും 15√3 അല്ലെ. അപ്പൊ മൊത്തം എത്ര വരും? 15√3 പ്ലസ് 15√3 അല്ലെ, 30√3. അപ്പൊ ഇതിന്റെ നീളവും വീതിയും കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ വിഷയം കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ചെറുതുമ്പോ പിടിക്കാം. ഈ വീതി അല്ലെ, വീതി എത്ര വരും നോക്കിയാൽ. ഈ പീസ് ഏതാണ്? ഇവിടെ നിന്നുള്ള പീസാണ് അല്ലെ. ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അല്ലെ. ഇതിനെ നോക്കിയാൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടിരിക്കുന്നു. അതായത് ഈ വീതിയാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? 15 വന്നാൽ ഇവിടെ എത്ര വരും? 15 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നോക്കിയാൽ ഈ ചെറിയ പീസ് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചു അല്ലെ. അതായത് ഈ നീളം എത്രയാണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം അല്ലെ. അതെത്രയാണ്? 15√3. അപ്പൊ ഇതിന്റെ നീളം 15√3. അപ്പൊ ഈ വലിയ റെക്ടാംഗിളിന്റെ നീളം 30√3, വീതി 30. ചെറിയ റെക്ടാംഗിളിന്റെ നീളം 15√3, വീതി 15 സെന്റിമീറ്റർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ 2 കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ റേഷ്യോ ഒരിക്കലും മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ചോദ്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നല്ലവണ്ണം പഠിക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.